ഹായ് ഫ്രണ്ട്സ്, മലയാളം മിഷൻ്റെ അധ്യാപക പരിശീലന ക്യാമ്പിൽ ഞങ്ങൾക്ക് ഒരു നഗര കാഴ്ചകൾ എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ തിരുവനന്തപുരം നഗരത്തിലേക്കായിരുന്നു ഞങ്ങളുടെ സന്ദർശനം. തിരുവനന്തപുരം നഗരം ഓണാഘോഷത്തോടനുബന്ധിച്ച് വർണ്ണാഭമായിട്ടായിരുന്നു ഞങ്ങൾ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ എവിടെ നോക്കിയാലും കളർഫുള്ളായിട്ടുള്ള ലൈറ്റിൻ്റെ അലങ്കാരങ്ങളായിരുന്നു. പിന്നെ വഴിയോര കച്ചവടക്കാരും ഒക്കെ ആയിട്ട് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി കേട്ടോ തിരുവനന്തപുരം നഗരം. ഓണാഘോഷം തിരുവനന്തപുരം നഗരത്തിൽ നടക്കുന്നത് നമ്മൾക്ക് കേട്ടുകേൾവിയുള്ളൂ, പക്ഷേ നേരിട്ട് കണ്ടപ്പോൾ എന്താ പറയുക, അതിമനോഹരമായിരുന്നു അവിടുത്തെ അലങ്കാരങ്ങളൊക്കെ. വഴിയിലൊക്കെ ആണെങ്കിലും ഭയങ്കര അലങ്കാരങ്ങളായിരുന്നു. പിന്നെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. തിരക്കെന്ന് പറഞ്ഞാൽ അത്രയും തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ റോഡൊക്കെ വണ്ടികൾക്കൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നടന്നായിരുന്നു കാഴ്ചകളൊക്കെ കാണുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഗ്രൂപ്പായിട്ട് ഇറങ്ങി നടക്കുക കേട്ടോ ചെയ്തത്. അതാ ഈ കുഞ്ഞായിരുന്നു ഞങ്ങളുടെ ക്യാമ്പിലെ ഏറ്റവും ചെറിയ പാർട്ടിസിപ്പൻ്റ്. അവൻ 4 ദിവസവും നമ്മുടെ കൂടെ ഇരുന്ന് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു കേട്ടോ. ഭോപ്പാലിൽ നിന്നായിരുന്നു എൻ്റെ വരവ്. അങ്ങനെ ഇതാ ഈ ടോയ്സും കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. കുട്ടികളൊക്കെ ഇങ്ങനെ വാശി പിടിച്ച് കരയണ കാണായിരുന്നു ഓരോ ടോയ്സൊക്കെ മേടിക്കാനായിട്ട്. തിരുവനന്തപുരത്ത് ക്യാമ്പിൽ വന്നാണ് ഞങ്ങൾ ഓണം, ഓണാഘോഷം, ഓണക്കാഴ്ച എന്നീ പരിപാടികൾക്കായി തിരുവനന്തപുരത്തിലെ പ്രശസ്തമായ കനകക്കുന്ന് മൈതാനത്തിലാണ്. അങ്ങനെ ഞങ്ങളും വൈകുന്നേരം അടിച്ചു പൊളിച്ചു കേട്ടോ. സ്റ്റുഡൻസൊക്കെ ട്രിപ്പ് പോകില്ലേ എന്ന പോലെ ആയിരുന്നു. എല്ലാവരും കൂടി കളിതമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ എൻജോയ് ചെയ്തു. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഈ മലയാളം മിഷൻ എന്ന് പറയുന്നത്. മലയാളം മിഷൻ എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു സംരംഭമാണ്. അതായത് ലോകമെമ്പാടും മലയാള ഭാഷയും സംസ്കാരവും ഒക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് ആരംഭിച്ചതാണ്. അത് സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലാണ് കേട്ടോ ഇത് നടത്തുന്നത്. നമ്മുടെ സഖാവ് VS അച്യുതാനന്ദൻ സാറ് 2009 ഇത് ഉദ്ഘാടനം ചെയ്തത്. ഡൽഹിയിലായിരുന്നു ആദ്യം ക്ലാസ്. എവിടെ എല്ലാം മലയാളി അവിടെ എല്ലാം മലയാളം എന്നതാണ് ഈ മിഷൻ്റെ മുദ്രാവാക്യം തന്നെ. അപ്പോൾ ഞങ്ങളൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഇവിടെയെല്ലാം അതായത് കർണാടകയിൽ തന്നെ ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ട് മലയാളം മിഷൻ്റെ. അപ്പോൾ കുട്ടികൾക്ക് ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഒരു അവിടുന്ന് തന്നെ ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്തു അവർ. അതായത് നാട്ടിൻപുറങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു 1 ഡേ സ്റ്റേ ആയിരുന്നു ആ ക്യാമ്പ്. അപ്പോൾ അത് കഴിഞ്ഞ് കുട്ടികൾ തിരിച്ചു വന്ന ഒരു സമയമാണിത്. കനകക്കുന്ന് കൊട്ടാരം മൈതാനത്താണ് ഞങ്ങൾ അവരെ മീറ്റ് ചെയ്തത്. അപ്പോൾ അവരതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയുകയാണ്. കുട്ടികൾ ഞാറ് നടാൻ ഒക്കെ ചെയ്തു എന്നാണ് പറഞ്ഞത് അവിടെ പോയിട്ട്. മുരുകൻ കാട്ടാക്കട സാറ്, അദ്ദേഹമാണ് മലയാളം മിഷൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ കൊണ്ടുപോയി കുട്ടികളെ നാടൻ രുചികളൊക്കെ പരിചയപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. കുട്ടികൾ അടുത്ത കൊല്ലവും ഇതുപോലെ ക്യാമ്പിന് അറ്റൻഡ് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും പിരിഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ മറുനാട്ടിൽ വളരുന്ന കുട്ടികൾക്ക് ഇതുപോലെയുള്ള അവസരങ്ങൾ ലഭിക്കുന്നത് എന്താണെങ്കിലും നമ്മുടെ നാടിനെക്കുറിച്ചും നാടിൻ്റെ സംസ്കാരത്തെക്കുറിച്ചും ഒക്കെ അറിയാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ എന്താണെങ്കിലും നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കുട്ടികളും നമ്മുടെ നാടിനെ അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് തന്നെയാണ് മലയാളം മിഷൻ്റെ ഒരു മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കനകക്കുന്ന് കൊട്ടാരവും അതിൻ്റെ എന്താ പറയുക മ്യൂസിയം, സൂ, ഇതെല്ലാം രാത്രിയിലെ ലൈറ്റിൽ കാണുമ്പോൾ അതിമനോഹരമാണ് കേട്ടോ. ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ തിരുവനന്തപുരം നഗര കാഴ്ചകളിലൂടെ ഞങ്ങളിങ്ങനെ പാറിപ്പറന്നു നടന്നു എന്ന് തന്നെ പറയാം. രാത്രി 11:30 ഞങ്ങൾ തിരിച്ച് പോന്നപ്പോൾ.
അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ബസ്സിൻ്റെ അടുത്ത് വന്ന്, അതായത് ബസ് നിർത്തിയ സ്ഥലത്ത് വന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഞങ്ങൾ ആദ്യം എത്തി, അതുകൊണ്ട് കുറച്ച് നേരം കഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് എടുത്ത വീഡിയോ കേട്ടോ. അതെ അതെ അതെ, ഓണപ്പരിപാടിയൊക്കെ കഴിഞ്ഞതേ നഗരം ഉറങ്ങിയിട്ടില്ല ഇതുവരെ അല്ലേ?